സത്യസന്ധമായി പറയണം കേട്ടോ. ആരാന്ന് പറഞ്ഞോടുത്ത് ഇവന്റെ എനിക്കറിയാമല്ല. ശരിക്കും ആരാണ്? പടാൻ വൈയില്ലേ? നിങ്ങൾ തമ്മിലൊരു വ്യത്യാസം പറയണ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാ? വ്യത്യാസം അങ്ങനെ പുറത്തു പറയാറില്ല. ഞാനത് ചോദിക്കും. ഒരുപാട് മനസ്സിലാക്കാണ്ടിരിക്കണല്ലേ നല്ലത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങാട്ടല്ല ഒരാൾക്ക് സങ്കടം വരുമ്പോ അപ്പുറത്തേക്ക് സങ്കടം വരും, അങ്ങനെയാണോ? ഇതെന്താ ക്ലോണിങ് കൂടാ? അങ്ങനെയൊന്നുമില്ല. പാട്ട് പാടോ? ദിവം പാടും. ഞാൻ കേട്ടു. ഈ പാട്ട് തുടങ്ങിയപ്പോ എല്ലാരും മറ്റേ ഡബിൾ റോൾ ആണെന്ന് ഓർത്തിക്കണേ. ആൾക്കാരുടെ കിളി പോയി ഇത് കണ്ടിട്ട് റെസ്പോൺസ് ആക്കുമ്പോ നമുക്കൊരു ഹാപ്പി ഉണ്ടാ. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവർ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത രണ്ടുപേര്. ഇന്ന് ആളുകളെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇവരെ കുറിച്ചാണ്. ഒരുപാട് സ്നേഹത്തോടെ സാധിച്ചിരുന്നു ജിവിൻ ആൻഡ് ജിനിൽ. വെൽക്കം ടു ദി ഷോ. കറക്റ്റ് തന്നെയല്ലേ വിളിച്ചത്? ജിവിൻ, ജിനിൽ. ആൻഡ് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു സൂത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? നഖം വളർത്തിയാള് ജിവിൻ അല്ലേ? അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ തന്നെ ഒരു മാർഗം കണ്ടെത്തിയതാണോ? ഇല്ല, ഇതൊരു വെറൈറ്റി ഇങ്ങനെ ഇടക്ക് വളർത്തണ. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ല. അത് അടിപൊളിയാ. പക്ഷെ നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് നിങ്ങൾ കാണുമെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ചോട്ടാ ഭീം. ഞാൻ ഭയങ്കര ഫാനുകളാണ്. ഡൊളു ബുളു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചുട്കിയാണ് അതില്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വലിയൊരാള് കരുത്ത് കാലിയ അങ്ങനെ പറയാറുണ്ട്. അത് നടുക്കത്തെ ആളാരാ? അത് പുറത്തോട്ട്. ഓ, നിങ്ങൾ മൂന്നാറ് ടീം. അടിപൊളി. ആൻഡ് സിനിമ തിയേറ്ററിൽ എത്തി, ഇപ്പൊ OTT പ്ലാറ്റ്ഫോമിൽ പോവാണ്. ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് സിനിമ നിങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ആദ്യത്തെ സിനിമയല്ലേ ഈ സിനിമ? ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ, സിനിമ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ടോട്ടൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂടായിരുന്നു. എങ്ങനെയായിരുന്നു? വീട്ടുകാര് എന്ത് പറഞ്ഞു? ആള് വീട്ടില് പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു ഇതാണ് ക്യാരക്ടറെ കിട്ടിയേക്കണെന്നുള്ള. കണ്ടപ്പോ എല്ലാരും നമുക്ക് ഒരു ക്യാരക്ടർ ഇട്ട് അത് ഫുൾ ടൈം ഉണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുണ്ട്. ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഈ രണ്ട് ക്യാരക്ടർ മാറ്റി വെച്ച സിനിമ ഇല്ല. കാരണം നിങ്ങളാണ് അതിൽ പ്രധാന ഘടകങ്ങൾ എന്ന് പറയണേ. അപ്പൊ ഇത്രയും ഒരു ക്യാരക്ടർ നിങ്ങളെ തേടി വരുമ്പോ നിങ്ങളുടെ ഉള്ളൊരു ടെൻഷനോ പേടിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട്? ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആശാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റ് അടിപൊളിയായിരുന്നു. എല്ലാരും നൈസ് മുമ്പ് ആയിരുന്നു. അതുകൊണ്ട് സംഭവം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല സപ്പോർട്ട് ആയിരുന്നു. മേക്കപ്പും എല്ലാം എല്ലാരും. ഈ അരിവരക്ക് സീൻ ഉണ്ടായിരുന്നോ നിങ്ങളുടെ? അങ്ങനെ ഏതാ അതില് പറയാൻ പറ്റോ? അത് വീട്ടുകാരുടെ പറഞ്ഞ അതല്ല, അത് ദാസേട്ടനാണ്. അത് ഞങ്ങക്ക് തന്നെ എത്ര ഡേക്ക് എടുത്തുന്നത് എന്റെ വ്യക്തമല്ല. അതാണ് പിടിക്കണ. ശരിക്കും നിങ്ങൾ രണ്ടുപേരുടെയും സിനിമ എന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു 90% ആളുകളോട് ചോദിച്ചാൽ അവര് പറയും എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണം. അതിപ്പോ അഭിനയാവാ, ഡയറക്ഷൻ ആവാ, സ്ക്രിപ്റ്റ് ആവാ, എഡിറ്റിംഗ് എന്തോ ആവട്ടെ. നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം ചെറുപ്പം മുതൽ സിനിമ തന്നെയായിരുന്നോ? അഭിനയത്തിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായില്ല. എനിക്കൊരു എഡിറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ഫിലിം എഡിറ്റ് ചെയ്യണം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ട്. എന്നിങ്ങനെ ഒരു ഓഫർ ഇങ്ങോട്ട് വന്നപ്പോ അറ്റൻഡ് ചെയ്ത് അവസരം കിട്ടായിരുന്നു അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഡയറക്ടറും ജില്ലായിരുന്നു. ആൻഡ് നിങ്ങൾ ഈ സിനിമയിൽ കണ്ടപ്പോ സത്യത്തിൽ ഒരാളാണ് അഭിനയിച്ചതെന്നാണ് എല്ലാവരും ഞാനടക്കം വിചാരിച്ചത്. പക്ഷെ ട്വിൻസാന്ന് പറയുമ്പോ ഭയങ്കര സർപ്രൈസ് ആയി. ആൻഡ് ഇതുപോലെ സർപ്രൈസ് ആയി നിങ്ങളിപ്പോ പുറത്തേക്ക് വരുമ്പോ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നുണ്ടല്ലോ. ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങുമ്പോ? അവരിങ്ങനെ എന്തൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കണ റിയാക്ഷൻസ് ഒക്കെ കോമഡിയാണ്. ആൻഡ് എനിക്ക് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് ട്വിൻസിന് ഇന്റർവ്യൂ ചെയ്യണം. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഡ്രസ് ഇട്ട് വരുന്ന കൂടുതൽ അങ്ങനെയാണല്ലോ. നിങ്ങളൊക്കെ ഒരേ ഡ്രസ് ഇട്ട് വരണം, ഒരേ പാറ്റേൺ ആണെങ്കിലും ഒരേ കളർ ഡ്രസ് ഇട്ട് വരണം. കൊച്ചില് മുതൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണോ? അല്ലെ ഡിഫറെന്റ് ആയിട്ട് ഇല്ല ഒരുപോലെ ഇറങ്ങണ്ട അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണോ? താല്പര്യമില്ല. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വീട്ടുകാര്
അങ്ങനെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ അന്ന് നമുക്ക് വോയിസ് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ എങ്ങനെയാ നിങ്ങള് പിന്നെ ബോധം വെച്ച് ബോധം വെച്ച് ഒരുമിച്ച് ഇറക്കാം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഒരുമിച്ച് നടക്കണം അങ്ങനത്തെ ട്രിപ്പ് ഒന്നുമില്ല. ട്രിപ്പ് ഒന്നുമില്ല. ഈ മറ്റു ട്വിൻസിൽ നിന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആവണേ? ഇരട്ടകള് ചിലവർക്ക് ഇങ്ങനെ അങ്ങനെ ഇതാണല്ലോ, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് എന്നുള്ള ഞങ്ങൾ അങ്ങോട്ട് സോറി ഞങ്ങൾ ആ കൂടല്ല. അതിപ്പോ നിങ്ങള് കുറച്ച് വൈബ് ഏതാണ്ട് ഒരു പോലെയല്ലേ? ഇപ്പം ഇതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചാലാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്ന രണ്ടുപേരാണ്. ഓക്കെ. ഈ ഒരു ചേട്ടനുണ്ട്, ഒരു ചേച്ചി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് രണ്ടുപേര്, രണ്ട്. സന്തോഷായി. ടോട്ടലി 4 പേര്. ഈ കൊച്ചിലെ ട്വിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലര് ഭയങ്കര സ്നേഹമായിരിക്കും. കൊച്ചിലെ ഇങ്ങനെ ഒരാൾ പറയുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ മൂന്നാമതിരിക്കുന്നതൊക്കെ കൺവേ ചെയ്യും. നിങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷൻസ് ഒക്കെ കൺവേ ആവുന്ന കേട്ടിട്ടുണ്ട്. അതായത് ഒരാൾക്ക് സങ്കടം വരുമ്പോ അപ്പുറത്തേക്ക് സങ്കടം വരും, അങ്ങനെയാണോ? ശരിക്കും ട്വിൻസ് ഒന്നും അല്ല, കാണാൻ ഒരുപോലെ. അതങ്ങനെയല്ല, അങ്ങനെയല്ല. അതെയോ? ഇതെന്താണ് ക്ലോണിങ് കൂടെ? അങ്ങനെയൊന്നുമില്ല. ഇവരുടെ ചിരി ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെ ഇപ്പൊ സംസാരിക്കുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോ ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യണേ, അങ്ങനെയൊക്കെ ഒരു സാമ്യം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസം പറയാൻ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാ? വ്യത്യാസം അങ്ങനെ പുറത്തു പറയാറില്ല. ഞാനത് ചോദിക്കും. ഒരു വ്യത്യാസമെങ്കിലും പറയാൻ പറഞ്ഞ. അത് ഞാൻ കണ്ടുപിടിച്ച്. എങ്കിലും സ്വഭാവം വെച്ചിട്ട് എന്തെങ്കിലും നോർമലായിട്ട് ശരിക്കും ഇത്ര പാവാണോ? ഇവരുടെ ഇന്റർവ്യൂവിന് താഴെ വന്നൊരു കമന്റ് ആണ്, ഇത്രയും ഡീസന്റ് പയ്യന്മാരെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ശരിക്കും ഇത്ര ഡീസന്റ് ആണോ? തീർച്ചയായിട്ടും. ഇവരൊരു 2-3 ഡേയ്സ് ഒക്കെ എന്റെ കൈ കിട്ടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇത്ര ഡീസന്റ് നല്ല കുട്ടികളാണ്. ഒരുപാട് മനസ്സിലാക്കാണ്ടിരിക്കണല്ലേ നല്ലത്. വീട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ്. ആണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഈ സിനിമ വന്നല്ലോ, ഇപ്പം വലിയൊരു കാസ്റ്റിംഗ് ഉണ്ട്, വളരെ ടാലന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ ഈ സിനിമയിലുള്ളത്. അപ്പൊ അവരെ കൂടെ നമ്മൾ കോമ്പറ്റീഷൻ സീനുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവരഭിനയിക്കുന്നതിന് ഡബിൾ നമ്മൾ ഇടണം, എങ്കിൽ അതൊരു സീൻ പെർഫെക്റ്റ് ആയിട്ട് വരാറുള്ളൂ. അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചേ? സൈജു ചേട്ടൻ, സായികുമാർ, എങ്ങനെയാ എങ്ങനെയാ അവര് ആക്ടിങ്ങിനെ കുറിച്ച് നമുക്ക് അത്ര നമ്മ പിച്ച് വെച്ച് വന്നാണല്ലോ, വലിയ പിടുത്തോട്ടില്ല. ഇവര് പക്ഷെ എല്ലാരും പറഞ്ഞു അവരുടെ രീതിയിലുള്ള സാധനങ്ങള് പറഞ്ഞു. നല്ല സപ്പോർട്ടിങ് സ്മൂത്ത് ആയിട്ട് അങ്ങനെ പോയി. ലാസ്റ്റ് ഒരു ഇമോഷൻ സീൻ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാരെയും കരയിപ്പിച്ചു. അത് ഭയങ്കര ഇമോഷൻ സീനായിരുന്നു. നിങ്ങള് സമയത്തുള്ള ഓരോ സീനുകളും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൗതുകവും അതുപോലെ ഇമോഷണലി ഞങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ കരച്ചിൽ സീനുകൾ കാണിക്കാത്ര ഗ്ലിസറിൻ ആണോ ഏതോ ഒറിജിനൽ കരഞ്ഞാണോ? അതിട്ടാണ് ഇങ്ങനെ കരച്ചിലിന്റെ സീൻ അറ്റൻഡ് ചെയ്യണത്. അത് മറ്റേ ഞങ്ങൾക്കൊരു ആശാനുണ്ടായി, രാകേഷ് പള്ളിശ്ശേരി എന്ന് പറഞ്ഞ ചേട്ടൻ. ആ ചേട്ടൻ ഇങ്ങനെ മ്യൂസിക് തെറാപ്പിയൊക്കെ കൊറേ കഷ്ടപ്പെട്ട് ഒരു സാധനം കൊണ്ടുവന്നു. പിന്നെ ശ്രീജാമ്മ അമ്മയുടെ അമ്മ കരഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ എന്താണ്ട് അമ്മയുടെ കരച്ചേട്ട പിന്നെ കരച്ചിട്ട് വരുമല്ലേ. അങ്ങനെ ഈ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രിപ്പറേഷൻ ചെയ്യല്ലേ? അങ്ങനെ ആ പുള്ളി ഞങ്ങളെ ഇങ്ങനെ സീൻ വൈസ് സ്ക്രിപ്റ്റ് നോക്കി ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് വിടണം. പിന്നെ പുള്ളി ഉണ്ടാവും, പിന്നെ എല്ലാം മാറ്റം ഉണ്ടെങ്കിൽ പുള്ളി വളർന്ന് അങ്ങനെ പറയും കട്ട് പറയുമ്പോ. നിങ്ങളുടെ ഫേവറേറ്റ് സീൻ എന്താ ഈ സിനിമയിലെ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീൻ? അത് ശരിക്കും നിങ്ങൾ മാറി അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സീൻ? ആ ചെറിയ സീനിൽ ഇങ്ങനെ കണ്ടിന്യൂറ്റി ഇങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ സിനിമയിൽ വരെ, ഇപ്പൊ സിനിമ കഴിഞ്ഞ് ഓൾറെഡി റെസ്പോൺസ് ഒരുപാട് പേരാണ്. ആൻഡ് സിനിമയിലുള്ള ആളുകളൊക്കെ റെസ്പോണ്ട് ചെയ്തോ? നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ? എങ്ങനെയാ? ഞങ്ങള് നേരത്തെ അറ്റൻഡ് ചെയ്ത പടത്തിൽ നിന്നൊക്കെ മറ്റേ അവരൊക്കെ ചിലര് വിളിച്ചു പറഞ്ഞ്, DOP ഒക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് നല്ല ധാരണയാണോ ഈ രണ്ടുപേരെ കുറിച്ച്? ഇപ്പൊ ഒരാളെ കുറിച്ച്, ജിവിനെ കുറിച്ച് ചോദിച്ചാ ജിവിനെ അറിയോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഫേവറേറ്റ് ആക്ടർ ആരാ ജിവിന്റെ? അങ്ങനെ പറഞ്ഞിട്ടില്ല. മാറി മാറി ഇങ്ങനെ വരുമല്ല. ഇപ്പൊ ഉള്ളതാരാ? സത്യസന്ധമായി പറയണം കേട്ടോ. എനിക്കറിയാവുന്ന ആരാന്ന് പറഞ്ഞുകൊടുത്തേ? ഇവന്റെ ഇവന്റെ അറിയോ പറ.
ഇവന്റെ എനിക്കറിയാമല്ല. ശരി, നിങ്ങളെ ഒരേ വീട്ടിൽ തന്നെയല്ലേ താമസം? ഈ ട്വിൻസ് എന്നൊക്കെ പറയുന്നത് ഒരേ മനസ്സും ഒരേ ശരീരമായി ജീവിക്കുന്നതൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. വെറും കഥയാ. ഇതുപോലെ ഞങ്ങൾ കേട്ടിട്ടുള്ള പൊട്ടത്തരായിട്ടുള്ള കഥകൾ ഏതാ? അതായത് ട്വിൻസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഇതുപോലെ ഒന്നും അല്ല എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ല, എല്ലാരും പല പല ടൈപ്പാണല്ലോ. ചിലവര് ഭയങ്കര അറ്റാച്ച്ഡ് അതൊക്കെ ആയിരിക്കും. പല കാഴ്ചപ്പാടാണല്ലോ സെറ്റപ്പാണ്. അങ്ങോട്ടല്ല. നിങ്ങൾ ഏത് മൂടാ ശരിക്കും? ഏത് മൂടാണ് ശരിക്കും? വേറെ മൂടാണ്. ആ മൂടിന് പേരൊന്നും ഇട്ടിട്ടില്ല. ഇതിലൊരു സീനിലുണ്ട്, ഈ കോളേജിൽ ചേർക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് സൈക്കോറിന്റെ ഒരു മറ്റേ പേഴ്സൺ ഒരു ഫോട്ടോ എടുത്തോണ്ടിരുന്നത്. ഇത് അടുത്ത ആളുടെ ഒരു ഫോട്ടോയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഫോട്ടോ തീരുന്ന സമയത്ത് അടുത്ത ആളുടെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? പറ സംഭവം. ഇവരൊന്നും പറയുന്നില്ല. ഉണ്ട്, ഇല്ല, പറയാൻ പറ്റില്ല, ഇതല്ലാതൊന്നും ഇല്ല. പിന്നെ ഇതിനിടക്ക് പുട്ടിന്റെ പീരിടുന്നാലും ചിരിയും. അയ്യോ, ഒന്നുകൂടെ ചിരിയേ. നല്ല ചിരിയാട്ടോ. ഈ ചിരിക്ക് ഫാൻസ് ഉണ്ടോ? ഫാൻസ് ഒന്നുമില്ല. ഇതിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് ജീവനാണ് പറയുന്നതെന്ന് തോന്നുന്നു, അല്ല ഇവിടെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടെ നിന്ന് മടുത്തു പോവാന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതൊന്ന് പറയാമോ? വീട്ടിലെ സെറ്റപ്പ് ശരിയല്ല. ഞാനായിട്ട് അങ്ങനെ സിംഗാണല്ല. എത്ര ആളെന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടുമ്പോൾ തുളിച്ചിരിക്കും. എസ്കേപ്പ് എടുക്കുന്നതല്ലേ. ശരിക്കും വീട്ടില് സിംഗ് ആവുന്നുണ്ടോ? സെറ്റപ്പ് ഇടക്കൊക്കെ തോന്നാറുണ്ട് ഇതൊക്കെ. ആൻഡ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ്, ഈ ലാസ്റ്റ് ഡയലോഗ് പറയുന്നത് ആരാ ഇതിലെ? ഇവൻ തന്നെ. അപ്പൊ ഇതിനെ കൊണ്ട് പറയിപ്പിക്കാം. ആളെ നോക്കി പറയണോ അതോ ക്യാമറ നോക്കി പറയണോ? ക്യൂട്ടായിട്ടൊക്കെ പറയില്ലേ? സത്യത്തില് നിങ്ങൾക്ക് എത്ര ഏജ് ആയി സത്യത്തില്? അത് കണ്ടുപിടിക്കണല്ലേ നല്ലത്. ഓക്കെ, ഒരു 25 കൂട്ടണോ കുറക്കണോ? എത്രയോടെ എത്തിയിട്ടില്ല. 26, 27, 28. ഇപ്പോഴും പക്ഷേ ഇല്ലേ, നല്ല ക്യൂട്ട് ബേബീസ് ആണ് രണ്ടുപേരും. ഇപ്പൊ പൊതുവെ നിങ്ങളെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. ഇപ്പൊ ട്വിൻസ് ആണ് പൊതുവെ രണ്ടുപേര് പോകുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവും. അത് കുറച്ച് ഹൈറ്റ് കുറവോ കുറച്ച് നീളമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കാട്ട് കൗതുകം ഉണ്ടാവും. ഈ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് ഇറിറ്റേഷൻ ആവാറുണ്ട് അല്ലേ? എപ്പോഴും നമ്മളത് ഹാപ്പി മൂഡിൽ പിടിക്കണം എന്നില്ല. നിങ്ങളെ അത് ഭയങ്കരമായിട്ട് എങ്ങനെയാ അത് എടുക്കുക? ആളുകളുടെ ഒരു അട്രാക്ഷന് വരും. ആളുകള് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ട്വിൻസ് ആയ ആൾക്കാർ കൗതുകത്തോടെയാണ് ആളുകൾ കാണാം. അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? ഹേർട്ട് ചെയ്യാറുണ്ടോ? അത് നിങ്ങളത് ഹാപ്പി മൂഡിൽ അല്ലെങ്കിൽ ചിൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആ വൈബിലാണ് എടുക്കാറ്? അഭിപ്രായങ്ങൾ പറയണല്ല, അത് കേട്ടിട്ട് അങ്ങോട്ട് പോവാറില്ല. അട്രാക്ഷൻ അത് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? അവരിങ്ങനെ കമ്പനി അടിക്കാൻ വരുമ്പോ തിരിച്ച് കമ്പനി അടിക്കും. അങ്ങനെയാണ്. ഈ പെട്ടെന്ന് ചില്ലാവാൻ പറ്റുന്ന ആൾക്കാരാണല്ലേ നിങ്ങൾ രണ്ടുപേരും? പെട്ടെന്ന് കണക്ഷൻ സെറ്റ് അങ്ങനെ. ഈ കുട്ടിക്കാലം ഈ സ്കൂളിലൊക്കെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചു വന്ന ആളുകളാണോ? പൊതുവെ അങ്ങനെയാണ് നമ്മൾ കാണാറ്. നിങ്ങൾ എങ്ങനെയാ? അങ്ങനെ 10ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. ഇവിടെ ഇരുന്ന് അയ്യപ്പങ്കാലിരുന്ന് പഠിച്ചത്. അവിടെ വേറെ ഇതായിരുന്നു. ബയോമാക്സ്, ഞാൻ കൊമേഴ്സ്. അങ്ങനെ വേർപിരിഞ്ഞു. സ്കൂളൊന്നും തന്നെ കൊമേഴ്സ് ബയോമാക്സ് അങ്ങനെ മാറി. ഓക്കെ. നിങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുമ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്കായിരുന്നു? ആരാണ്? പറഞ്ഞേ ആരാണ് പുച്ചി? ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ശരിക്കും ആരാണ്? ശരിക്കും ക്ലാസ് നിങ്ങളുടെ SLC മാർക്ക് പറയും. ഞാൻ കുറച്ചൊരു ഗെയിമിലേക്ക് പോവാം. ആൻഡ് നിങ്ങള് ആരാണ് ഇയാളെന്നാണ് ഗെയിമിന്റെ പേര്. ഓക്കെ, ആരാണ് ഇയാള്? ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അപ്പൊ അത് പറയണം സത്യസന്ധമായിട്ട്. ഇയാള് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ മടിയുള്ളത് ആർക്കാ? എല്ലാവർക്കും ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞങ്ങനെ മടി കളന്നിട്ടില്ല. നിങ്ങൾ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മടി കാര്യത്തില്. അത്യാവശ്യം ഉണ്ട്. നിന്നിട്ടില്ല. എന്ത് കാര്യം ചെയ്താലും പെർഫെക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചെയ്തോണ്ടേയിരിക്കും, പെർഫെക്ഷൻ ആവുന്ന വരെ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ആരാ?
ഈ കൂട്ടത്തില്? ഏത് കാര്യത്തിലും പെർഫെക്ഷൻ. അതിപ്പോ ഏത് ജോലിയിലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് പോയാലും കൃത്യമായിട്ട് ചെയ്യുന്ന ആരാ? കൃത്യമായിട്ട് അത് രണ്ടുപേരും ചെയ്യാറുണ്ട്. ഇത് മിക്കവാറും രണ്ട് പേരുതാണ്. ഒരാളുടെ പേര് പറയണം. അല്ല, പെർഫെക്ഷൻ അങ്ങനെ അളന്നിട്ടില്ല. നിങ്ങൾ അളന്ന് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം എപ്പോഴും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ നോട്ട് ചെയ്തല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാലല്ലോ. അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ചെയ്തു, അല്ലാണ്ട് നോക്കിയിട്ടില്ല. ഓക്കെ. ചെറുപ്പത്തിലും ഇപ്പോഴും കുരുത്തക്കേട് കൂടുതൽ ആർക്കാ? രണ്ടുപേർക്കും ഒരുപോലെയാണ് ശരിക്കും. ആണോ? ചെറുപ്പത്തിൽ ചെയ്ത ഒരു കുരുത്തക്കേട് പറ, ഓർത്തിരിക്കണ. രണ്ടുപേര് ചേർന്ന് ചെയ്തതോ അല്ലാതെ ചെയ്തതോ ഓർമ്മിക്കണേ. അയ്യോ, കുരുത്തക്കേടെന്ന് അവര് പറയാൻ പാടില്ല. ഇതൊന്നും ഞാൻ പറയിപ്പിക്കൂ. എന്നാലും കേൾക്കാൻ വേണ്ടിട്ടാ. കൊച്ചിന് നമ്മൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് പറ, അതാണ് എനിക്ക് വേണ്ടത്. ഇവര് പള്ളിയില് സമയത്തുള്ള കുട്ടിത്തര പള്ളിയിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമുണ്ട്. സാധാരണ ഇല്ലേ പല്ല് പോയാൽ മറ്റേ തലങ്ങനെ റെഡി വെച്ച് ടൂത്ത് ഫെയറി സീനൊക്കെ ഉള്ള മറ്റേ ടിക്ടാക്കില് വെട്ടിടത്തില് വികൃതി കൊച്ച്. ആർക്കെങ്കിലും കിട്ടിയായിരുന്നത്? പിന്നെ നിർത്തിയാക്കളി, പിന്നെ വേറെ കളിയിലോട്ട്. ഞാൻ പറയട്ടെ, ഇവർ അത്ര ഡീസന്റ് കേട്ടോ. പിള്ളേരില്ലേ ഭയങ്കര നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നതാണ്. ഇതുപോലെ കുസൃതികൾ ഉണ്ട് കയ്യില്. വേറെ അത് വെറൈറ്റി ആട്ടോ, ഇതുവരെ കേൾക്കാത്തതാണ്. എന്റെ അങ്ങൊന്നും പുറത്തു പറയാൻ പറ്റൂല. പുറത്തു പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഇങ്ങോട്ട് പറ, അങ്ങോട്ട് എന്തെങ്കിലും പറയണ്ടേ? ഒന്ന് ഓർത്ത് പറഞ്ഞോട്ടോ. അങ്ങനെ ഓർത്തിട്ട് അങ്ങട് വന്നില്ലേ. എങ്കിലും ഒരു കുർത്തക്കേട് കേക്ക്, ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ ഞാൻ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ വേറെ ഒന്നുമില്ല. നൈസായിട്ട് ഒഴിവാക്ക. നിങ്ങളിൽ ആരാ മൂത്തത്? മൂത്തത് ഞാനാണെന്നാ പറയണ, എനിക്കറിയാം. ഓക്കെ. അപ്പൊ ചേട്ടാന്ന് അങ്ങനെ വിളിക്കില്ലല്ലോ? ചേട്ടാ എന്താണ് കുമ്പള കേസ്? ഓക്കെ. അങ്ങനെ വിളിക്കണത് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഒരാഗ്രഹമില്ല. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു ചേട്ടാന്ന് വിളിക്കുന്നത്. ഓക്കെ. ലൈഫിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉള്ളത് ആർക്കാ? നിലവിൽ അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോണു. അതെ, അങ്ങനെ ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകുന്നല്ല, ആ ഒരു ഓളത്തില് പോവാ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ രണ്ടുപേരും. നിങ്ങളൊരു ട്വിൻസ് ആയതുകൊണ്ടുള്ള ഒരു എന്താ പറയാ ബെനിഫിറ്റ് എന്ന് പറയില്ല, നിങ്ങൾക്ക് അതൊരു ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഒരു ട്വിൻസ് ആയത് കൊണ്ട് പറ്റിക്കാൻ പറ്റും. അങ്ങനെ എപ്പോഴാ ആദ്യം പറ്റിക്കൽ പരിപാടി തുടങ്ങിയപ്പോഴാ? ഈ പറ്റിക്കല് ചെറുപ്പം മുതലുണ്ട് ഇങ്ങനെ. അത് നല്ല പരിപാടിയാണല്ലോ. ഇത് എങ്ങനെയാണ് ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരെ? പുതിയ ആൾക്കാരാണ് പറ്റിക്കാൻ കൂടുതൽ പറ്റുന്നത്. എങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞുതരോ? അതങ്ങനെ പറയാൻ പറ്റൂല. ഇപ്പൊ എന്നെ ഒന്ന് പറ്റിക്കോ? എന്നെ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയ ഒരാളെ പറ്റിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളെ പറ്റിക്കുക? അതങ്ങനെയല്ല, അത് പറ്റിക്കണ സാഹചര്യം വന്നോടാണ്, അല്ലാണ്ട് മനപ്പുറം പോയി പറ്റിക്കണല്ല. അതങ്ങനെ ഒരു സംഭവം അറിയാം. സിറ്റുവേഷൻ വന്നാ പിന്നെ പറ്റിക്കാണ്ട് വേറെ വഴിയില്ല. അതൊരു മനസ്സുഖമായിട്ട് ആളുകൾ കാണും കേട്ടോ. ആളുകളെ പറ്റിക്കുക ട്വിൻസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ആരാണെന്ന് പറഞ്ഞു കൊടുക്കില്ല, നിങ്ങൾ കണ്ടുപിടിക്ക്. ഇനി റിയലിയും പറഞ്ഞാല് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാനല്ല അത് ഇവനാന്ന് പറഞ്ഞ് എപ്പോഴും തെറ്റിച്ചു വിടും. അങ്ങനെ വിനോദം കണ്ടെത്തുന്ന ആളുകളാണോ രണ്ടുപേരും? ഇതല്ലാണ്ട് ഒരു ട്വിൻസ് ആയതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നത് എന്താ? ഇതാണ് മെയിൻ എന്നൊക്കെ, അല്ലാതെ വേറെ ഇല്ല. ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ഇതൊന്നും ചിന്തിക്കാത്ത? ആവശ്യം വന്നില്ലല്ലോ ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ. നിങ്ങളൊരു സെലിബ്രിറ്റീസ് ആവുന്നു, ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, അതൊന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇന്ന് ചോദ്യം ചോദിക്കുമ്പോ അതിന് തിരിച്ച് ഇല്ല. ഇത് പഠിച്ചോണ്ടിറക്കാൻ പറ്റില്ല. എങ്കിലും കൃത്യമായിട്ട് ഈ പറഞ്ഞ ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവര് അവാർഡ് കിട്ടിയിട്ട് മിറർ നോക്കി ഡയലോഗ് പറയുന്നവരുണ്ടാവും, സ്പീച്ച് സംസാരിക്കില്ല നമ്മള്, അത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഇന്റർവ്യൂല് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല? ഇനി കൂടുതൽ അവസരങ്ങൾ വരുള്ളൂ നിങ്ങളെ തേടിയിട്ട്. ആൻഡ് സിനിമ ഓഫ് കോഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം,
ഇന്ന് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യണം, ആക്ടർ കൂടെ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം? അതോ ഈ പറഞ്ഞ എഡിറ്റിംഗ് അങ്ങനെ ഫോക്കസ് ചെയ്യാനും ആ ഒരു പഠിച്ച ജോലിയായിട്ട് മുന്നോട്ട് പോകാനാണോ? ഒരു പടം എഡിറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട്. പിന്നെ ഇങ്ങനെ നല്ല ഓഫറൊക്കെ വന്നെയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാന്നുള്ള മൂടാണ് ആലോചിക്കണേ. പല പല ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ കണക്ഷൻ. ആഹാ. ഈ സിനിമയിലേക്ക് എങ്ങനെയാ നിങ്ങളുടെ ഒരു എൻട്രി എങ്ങനെയാ? ഞങ്ങൾ ആദ്യം ഒരു പടം അറ്റൻഡ് ചെയ്തിട്ട് ശലമോൻ എന്ന് പറഞ്ഞ്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് നിസാമേട്ടൻ, പിന്നെ ബിനോയ് എന്ന് പറഞ്ഞ വേറെ രണ്ടും. അവർ രണ്ടും കൂടിയാണ് ഈ പടത്തിന്റെ ഡയറക്ടറായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ വന്നാണ്. ഓക്കെ, ഞാനൊരു ഗെയിം സെക്ഷനിലേക്ക് പോവാം. ആൻഡ് ജീവനെ കുറിച്ച് അവനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ ഓൺ എന്ന് പറയുമ്പോൾ ആളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഓഫ് എന്ന് പറയണം, ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ പറയണം. മനസ്സിലായോ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ ഓൺ എന്ന് പറയുമ്പോൾ ജീവനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ജീവൻ ഇങ്ങനെയാണ്, ജീവൻ ഇങ്ങനെയാന്ന് പറയും. ഓഫ് എന്ന് ഞാൻ പറയുമ്പോൾ ഓപ്പോസിറ്റ് പറയണം. ഓക്കെ, റെഡി? അങ്ങനെ എല്ലാത്ത കാര്യങ്ങളും സംസാരിക്കണം. റെഡിയാണോ? അപ്പൊ ഞാൻ താഴ്ത്തി പറയണം. താഴ്ത്തി പറയുന്നത് വേണ്ട, അത് ഇല്ലാത്തത് പറഞ്ഞാൽ മതി, തിരിച്ചു പറഞ്ഞാൽ മതി. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. ടാലന്റിനെ കുറിച്ച്, ജീവന്റെ ടാലന്റിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. അപ്പൊ ഓൺ എന്ന് പറയുമ്പോൾ ടാലന്റിനെ കുറിച്ച് സംസാരിക്കുക, ഓഫ് എന്ന് പറയുമ്പോൾ ഈ ടാലന്റിനെ തന്നെ ഉൾട്ടടിച്ച് പറയണം. ഓക്കെ, ടാലന്റിനെ കുറിച്ച് പറയണം, ജീവന്റെ ടാലന്റിനെ കുറിച്ച്. ഓക്കെ, ഓൺ. ഭയങ്കര എഡിറ്റർ പരിപാടിയാണ്. നല്ലോണം എഡിറ്റ് ചെയ്യും. കണക്ട് ചെയ്ത് എന്താണ് നല്ല കഴിവുള്ള ഒരു ചെക്കനാണ് അവൻ. ഒട്ടും ശരിയല്ല ചെക്കൻ. എഡിറ്റിംഗ് അത്ര പോരാ. ഇവിടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അസലായിരുന്നു. ഒന്നും പറയാല്ല, ഡയറക്ടർ വെറുതെ വാവളി ചെയ്ത് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, ഡോൾഫിനെയൊക്കെ വരക്കും. ഡോൾഫിനെ വരക്കോ? വരക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് ചക്കന്. പിന്നെ ശരിക്കും വരക്കോ? ശരിക്കും വരക്കോ? ചെറുതായിട്ട്. ഡോൾഫിനാണോ ഫേവറേറ്റ് വരക്കാൻ ഇഷ്ടം? കുഞ്ഞു മീനാണ് ഈ ഡോൾഫിൻ എന്നൊക്കെ പറയണത്. ശരിക്കും ഡോൾഫിൻ വരക്കോ? ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങള് അല്ലെങ്കിൽ ജോലി, നമ്മുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ഒരു പ്രത്യേകിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ വരുന്നു. ഈ പറഞ്ഞ ഫെയിം ഒന്നും അത്ര എൻജോയ് ചെയ്യാത്ത അല്ലെങ്കിൽ ഡ്രീം ചെയ്യാത്ത ആളുകള് ഒരു സ്റ്റേജ് എത്തിയപ്പോ നിങ്ങളുടെ ലൈഫിൽ ഒരൊറ്റ സിനിമ കൊണ്ട് ആളുകൾ കൂടുതലായിട്ട് തിരിച്ചറിയാണ്. അപ്പോൾ നമുക്ക് ആളുകൾ ഇപ്പൊ തിരിച്ചറിയും. നമ്മുടെ ഈ പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഒരു പബ്ലിക് ലൈഫിലേക്ക് വരികയാണ്. അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ലെങ്കിലും അതിപ്പോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ എങ്ങനെയാ ആളുകളുടെ ഒരു ട്രീറ്റും റെസ്പോൺസും, തിയേറ്ററിൽ നമ്മുടെ ഓരോ സീനുകളും ആളുകൾ കൈയടിക്കുന്നു, ആളുകൾ അത് എൻജോയ് ചെയ്യുന്നു. അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതി എങ്ങനെയാ ആ ഒരു ബിഗ് സ്ക്രീനിൽ നിങ്ങളെ കാണുമ്പോൾ? അത് പണ്ട് തുടങ്ങിയപ്പോ എല്ലാവരും ഡബിൾ റോൾ ആണെന്ന് ഉറച്ചിക്കണേ. അപ്പോഴാണ് അറിയാം ഇങ്ങനെ ഒരു സീനുണ്ട്. ആൾക്കാരുടെ കിളി പോയി ഇത് കണ്ടിട്ട് റെസ്പോൺസ് ആക്കുമ്പോ നമുക്കൊരു ഹാപ്പി ഉണ്ടാ, സന്തോഷം. ഏത് നമ്മുടെ പ്രായമുള്ള അമ്മൂമാരും എല്ലാരും വന്ന് അനുഗ്രഹിക്കണ സീനൊക്കെ ആയിരുന്നു. നല്ലൊരു സൈജു ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ റെസ്പോൺസ്? നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന സമയത്തും അവര് ഞെട്ടിയിട്ടുണ്ടായിരുന്നു? അതോ ഓൾറെഡി ട്വിൻസിനാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എങ്ങനെ? അതൊക്കെ അവർക്കറിയാം, സ്ക്രിപ്റ്റ് ഒക്കെ അറിയാലോ. ഓഡിഷൻ പോയപ്പോ തന്നെ ദാസേട്ടൻ ഇങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞു ഇതൊക്കെയാണ് സംഭവം. ഇവ ട്വിൻസ് ആയതുകൊണ്ടുള്ള ഒരു പോസിറ്റീവ് വശം നിങ്ങൾ പറഞ്ഞു. ഒരു നെഗറ്റീവ് വശം നിങ്ങൾക്ക് തോന്നി എന്താ ഒരു ട്വിൻസ് ആയത് കൊണ്ടുള്ള? നെഗറ്റീവ് വശം എനിക്ക് അണ്ണനും തമ്മിന്നൊക്കെ പറഞ്ഞ അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരാൾ ചെയ്തതിന് തിരിച്ചു പേര് വന്നിട്ടുണ്ടോ? സ്വാഭാവികം. ആ കഥ എന്താണ്? ഇവന് മറ്റേ അയ്യപ്പൻ കൈ പഠിക്കുമ്പോ ഇവന്റെ അവിടെ കമ്പനിക്കാരെ പോയി ഇടിച്ചിട്ട് വന്ന് എന്റെ അടുത്ത് എന്റെ ക്ലാസ്സിന്റെ അവിടെ വന്നിരിക്കും. അപ്പൊ അവന്മാര് ഓടി വരുമ്പോ എന്നെയാണ് കണ്ടു. ആ കമ്പനിക്കാരൻ കൊള്ളാലോ, അറിഞ്ഞു പണി നിന്ന പോലെ അവിടെ ഓടി പോകുന്ന. അല്ല, ഇവനെന്താ ഇടിച്ചിട്ടാണ് വന്നത്, ഇങ്ങനെ തമാശക്ക് ഇടിച്ചു കളിക്കുമല്ലോ. അതിങ്ങനെ കൂട്ടുകാരെ അങ്ങാടും ഇങ്ങോട്ടും തല്ലുപിടിച്ച് കളിക്കാറുണ്ട്. ആണാറി അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പൊ നിങ്ങള് കല്യാണം കഴിക്കുമ്പോ പൊതുവെ ട്വിൻസ് കല്യാണം കഴിക്കുമ്പോ ട്വിൻസിന് തന്നെ കല്യാണം കഴിക്കും.
അതൊരു ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി. നിങ്ങൾക്ക് അങ്ങനെ ട്വിൻസിന് തന്നെ കല്യാണം കഴിക്കണം ട്വിൻസിന്റെ വേണമെന്ന് അങ്ങനെ ഇല്ല. സീനൊന്നുമില്ല. ആരെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ പ്ലാനിങ് ഉണ്ടോ? കല്യാണത്തിനെ പറ്റി ചിന്തിക്കാണ്ടിരിക്കണല്ലേ ശരിക്കും. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അതൊക്കെ ഒരു ഇപ്പഴേ ട്രാപ്പാണ് എന്തിനാണ് വെറുതെ. ട്രാപ്പായിട്ടാണോ കാണണ്ടേ? അല്ല അതൊരു ചെറിയൊരു ട്രാപ്പാണ് ശരിക്കും. അതെന്താ അങ്ങനെ അത് പേഴ്സണൽ ആട്ടോ പറഞ്ഞത്. കണ്ണീരൊക്കെ അല്ല അങ്ങനെ കുറെ പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ട് ഇടക്ക് നല്ല രീതിയിൽ ട്രാപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. വിഷയാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള പറയാ. അതല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല, എങ്ങനെ കമ്പനിക്കാർക്കും ചേട്ടന്മാർക്കൊക്കെ കിട്ടിയ ലൈഫ് ലെസൺസ് ഉണ്ടാവല്ലേ, കഥകളൊക്കെ കേൾക്കാം. അപ്പൊ മനസ്സിലാവും എന്താണ് സംഭവം എന്നൊക്കെ. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? ടൈപ്പല്ല. ഇല്ല, നിങ്ങൾ ഇപ്പോഴും സിംഗിൾ ആയിരുന്നു, റിലേഷൻഷിപ്പിലും പോയിട്ടില്ല? റിലേഷൻഷിപ്പ് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കമ്പനിയൊക്കെ അടിക്കും അല്ലാണ്ട് ഇങ്ങനെ പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് സീരിയസ് ആയിട്ട് നോക്കിയിട്ടില്ല. അല്ല, അവരിപ്പോ ഒരാളോട് നമ്മൾ പ്രപ്പോസ് ചെയ്ത് അവർക്ക് ആള് മാറിയിട്ടുണ്ടോന്നായിരുന്നു ഞാൻ ചോദിക്കാൻ വന്നേ. ഇല്ല. ഓക്കെ. നിങ്ങളെ ലൈഫിനെ കാണുന്ന വിധം എങ്ങനെയാ? ലൈഫ് കിടക്കണല്ല, അച്ഛൻ്റെ അങ്ങോട്ട് പോണം. ഇടക്ക് ദുഃഖം ഉണ്ടാവും, ഇടക്ക് സന്തോഷം ഉണ്ടാവും, എല്ലാം അറ്റൻഡ് ചെയ്യണം. അതെ, ലൈഫിലുള്ള അതെല്ലാം പറ്റണ പോലെ അറ്റൻഡ് ചെയ്ത് പോണം, അല്ലാണ്ട് വേറൊന്നുമില്ല. വേറൊന്നുമില്ല. പാട്ട് പാടോ? പാട്ട് പാടാൻ ഓക്കെ. രണ്ടുപേരും ബെസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പാടിപ്പിച്ചിട്ട് ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്യും. ഒരു പാട്ട് ഞാനും ചെറുപ്പത്തില്, അല്ലാണ്ട് പാട്ടൊന്നുമില്ല. എന്നാ പിന്നെ ഇപ്പൊ ഡാൻസ് കളിക്കാല്ലേ നമുക്ക്? കൊച്ചില് ജനിച്ചോടെന്ന് പറയും. ഇപ്പൊ സ്ഥലമില്ല അധികം കൂടാതെ ഞങ്ങള് സ്ഥലം ലാസ്റ്റ് നമുക്കൊരു ഡാൻസ് കളിച്ചിട്ട് പോവാം. ചെറിയൊരു പണി കിട്ടിക്കണത്. ഒരു പാട്ട് നിങ്ങൾ രണ്ടുപേരുടെ എന്ത് പാട്ടാ? പാട്ട് പാട്ടങ്ങനെ പാടാറില്ല, അതാണ്. ഇതെന്താ പാടും, ഇവൻ പാടും, ദിവം പാടും, ഞാൻ കേൾക്കും. അങ്ങനെ എല്ലാ ആൾക്കറിയാം നന്നായിട്ട് പാടും. എനിക്കറിയാമല്ലോ, ദിവനാതൊക്കെ പഠിച്ചു വെച്ചേക്കണത്. ഞാൻ പാടും. പക്ഷെ നമുക്ക് ഔട്ടടിക്കണം. അപ്പൊ ഈ അഭിനയം അല്ലാതെ ഈ പറഞ്ഞ നിങ്ങൾ പഠിച്ച പ്രൊഫഷൻ അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ല? ഇപ്പൊ ഒരു സിനിമയിൽ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തൊരു സിനിമയില് ഒരു അഭിനയിച്ചുകൊടുമ്പോ ഒരു 2-4 പേര് പാടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടില്ലേ? അത് പിന്നെ വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഇവിടെ വേറെ വഴിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് പൊതുവെ ഇപ്പൊ ഈ ഇമോഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് സങ്കടം വരുമ്പം അടുത്ത ആൾക്ക് സങ്കടം വരും, അതില്ലല്ലോ നിങ്ങൾക്ക്? അത് അങ്ങനെയൊന്നും ഇല്ല. അല്ലാണ്ട് ആ സങ്കടം അത് അവന്റെ സങ്കടമുള്ള ഇവരൊപ്പിച്ചായിരിക്കും എനിക്ക് കിട്ടുന്നത്, അങ്ങനത്തെ ഉള്ള. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ്, അല്ലാണ്ട് ഇല്ല. അങ്ങനെയൊന്നും വരാറില്ല. ഞങ്ങള് കേട്ട ട്വിൻസ് അങ്ങനെയാ. ഞങ്ങള് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങള് കേട്ടിട്ടുള്ള ട്വിൻസ് ഒക്കെ അങ്ങനെ, ഒരാൾക്ക് വിഷമം വരുമ്പോ അത് അടുത്തേക്കുന്ന ആൾക്ക് എഫക്ട് ചെയ്യും. ഇപ്പൊ നിങ്ങളിപ്പോ പറയാമെന്ന് കൺവേ ആവാത്ത കാര്യം അടുത്ത ആള് കൺവേ ചെയ്യും. അങ്ങനെയൊക്കെയാ നമ്മള് കേട്ടിട്ടില്ലേ? ഇതൊന്നും ഇല്ലാത്ത കാര്യമാണോ? അല്ല, ഇത് ഇവന് മാത്രമല്ല, ആര് വിഷമം ഒന്ന് കണ്ടാലും നമുക്ക് നമുക്കൊരു സങ്കടം വരും. ചേച്ചിക്ക് സങ്കടം വന്നാ നീ കരയോ? അല്ല, ഞാൻ തോളി തട്ടിരുത് സമാധാനിക്കാൻ പറ്റുന്നതൊക്കെ. നിങ്ങളുടെ ചിരി ഭയങ്കര രസാ. ഈ ചിരിക്ക് ഫാൻസ് ഉണ്ടോ? ചിരിക്ക് അങ്ങനെ ഫാൻസ് ഒന്നുമില്ല. ഫാൻസ് ഒന്നുമില്ല. ജീവനാണ് ഫാൻസ്. എനിക്ക് ചോട്ടാ ഭീമാട്ടോ ഓർമ്മ വരുന്നത്. ഇപ്പൊ നിങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് ഫാൻസ്, ഗേൾ ഫാൻസ് എന്തായാലും കൂടും. പെൺപിള്ളേരുടെ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ അറിഞ്ഞോ? നിങ്ങളുടെ കൂടിയിട്ടുണ്ട് എന്ന് പറയണു എല്ലാവരും മെസ്സേജ് ഇട്ട്. അല്ല, ഇങ്ങനെ ആശംസകൾ അറിയിക്കാൻ
ഇഷ്ടപ്പെട്ട പറയുന്നുണ്ട്, റെസ്പോൺസ് ഉണ്ട്. റെസ്പോൺസ് വരുന്നുണ്ട്. ഇനി നിങ്ങളെ സിനിമയിൽ സജീവമാവുന്നതാണ് ഞങ്ങൾ വിഷ് ചെയ്യുന്നത്. ഈ നിങ്ങളുടെ ഈ പറയണ ഇത്രയും ലോങ് ആയിട്ട് ഇത്രയും വലിയ ആർട്ടിസ്റ്റ് കൂടെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ള ഓരോ രംഗവും ഞങ്ങൾ ഭയങ്കരമായിട്ട് വാവ് അടിച്ചിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പറയാൻ മാത്രമുള്ള ഓരോ സീൻസ് നിങ്ങൾക്ക് ഈ സിനിമയിലുണ്ട്. ആ തിയേറ്ററിൽ അത്ര രീതിയിൽ സിനിമ വർക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ OTT വരുമ്പോഴാണ് ആളുകൾ സിനിമ കാണുന്നതും ഈ സിനിമയെ കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നതും. അത് നിങ്ങൾക്ക് വിഷമാക്കിയിട്ടുണ്ടോ? തിയേറ്ററില് വർക്കാവാത്തതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇച്ചിരി ഡള്ളായിരുന്നു ആ ടൈമില്. അപ്പൊ അത് കാണാൻ നമുക്കൊരു ഇത് തരുമല്ല. അങ്ങനെ അങ്ങനെ സായി കുമാറിന് കൂടെ പല രംഗങ്ങൾ കാണുമ്പോൾ ചില ലുക്ക് വരുമ്പോഴും കണ്ണിന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് എടുത്ത് ഈ സിനിമയിൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് വാവ് അടിച്ച സീൻ ഉണ്ടോ കൂടെ അഭിനയിക്കുന്ന സമയത്ത്? അയ്യോ ഇത് എങ്ങനെയാ പെർഫോം ചെയ്യണേന്ന് ചിന്തിച്ച എന്തെങ്കിലും സീൻ ഉണ്ടോ ഈ സിനിമയില്? അയ്യോ അതുണ്ട്. എന്താണ് തുടക്കത്തില് ആന്റെ കൂട്ടാന്റെ തിരിച്ചുള്ള സീൻ ഒരു ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കണം ഏതാ കൂട്ടാൻ അങ്ങനെ ചോദിക്കണ സീനൊക്കെ ഉണ്ടല്ലോ. പുള്ളി അങ്ങോട്ട് ഇരുന്ന് അഭിനയിക്കണേ. നമുക്ക് റിയാക്ഷൻ ഇച്ചിരി ടാസ്കാണ്. പിന്നെ ഞാനിങ്ങനെ തിരിഞ്ഞിങ്ങനെ നടന്നിട്ട് പ്രേമിന്ന് പറയുമ്പോ തിരിഞ്ഞു നോക്കിയപ്പോ പുള്ളി നിർത്തുള്ള സാധനം. പുള്ളി ഇങ്ങനെ കലിച്ചു മൂട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ സീനായി പോകുന്ന അതാണ്. പുള്ളിയൊക്കെ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റ് ആണ്, പ്രൊഫഷണൽ ആണ്. അല്ലെ ഇത്രയും വലിയ ആൾക്കാരുമ്പോ നമ്മള് തിരിച്ചങ്ങോട്ട് അഭിനയിക്കണ്ടേ? അത് എത്രത്തോളം ടാസ്ക് ആയിരുന്നു? അത് ടാസ്ക് ആണ്. പിന്നെ എല്ലാരും സപ്പോർട്ടീവ് ആയത് പറഞ്ഞ എല്ലാരും അവരവരുടെ രീതിയിൽ പറയും ഇങ്ങനെ ഇതാ മതി, ഇതാണ് സംഭവം. അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലായ സംഭവം ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്യേണ്ടത് ചെയ്യും. അതിന് ഇവിടെ കോമ്പിനേഷൻ സീനിൽ വരുമ്പോ എനിക്കൊരു കോമ്പിനേഷൻ ഉണ്ടായുള്ളു പാട്ടില്. അതാണ് ആദ്യമായിട്ട് സഹിച്ചണ്ടപ്പോ ചെയ്യണത്. പുള്ളി ഇങ്ങനെ എടാ ഈ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തന്നല്ല. പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു. അത് കാരണം കാര്യം അടിപൊളിയായിട്ട് വർക്കായതാണ്. നമുക്കൊരു ഇപ്പൊ സിബ്ലിങ്സോ കസിൻസോ ആരെങ്കിലും നമ്മുടെ എല്ലാ കുരുത്തക്കേടോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്കായിരിക്കും അറിയാം. നിങ്ങൾക്ക് മാത്രം അറിയുന്ന അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറെ രഹസ്യങ്ങളുണ്ട്. അത് സേഫ് ആയിട്ട് പറയാൻ പറ്റുന്ന സിബ്ലിങ്സ് ആണോ? ചിലര് വീട്ടിൽ നമ്മളെ കളിയാക്കി പേടിപ്പിക്കാറുണ്ട്, അമ്മ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണോ നിങ്ങൾ ചെറുപ്പം മുതലേ? അതോ ഭയങ്കര സപ്പോർട്ടായിട്ട് കട്ടക്ക് നിൽക്കോ? സേഫ് ആയിട്ട് എന്ത് പറഞ്ഞാലും ആരുടെ ചെവിയിലും എത്തിക്കാത്ത രീതിയിൽ സേഫ് ആയിട്ട് നിൽക്കുന്ന ആളാണോ? അത് എന്തെങ്കിലും വരുമ്പോ അമ്മ എനിക്കൊരു കാര്യം പറയണമെന്ന് പേടിപ്പിക്കുന്ന ആളാണോ? ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്യുന്ന ആളാണോ? കാരണം ഞങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവല്ല. അത് പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഷെയർ ചെയ്യാനുണ്ടാവും. അങ്ങനെയാണ് പറയാ, അല്ലെ പണി കിട്ടുമല്ല. ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ അപ്പൊ വീട്ടിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും. ഞങ്ങള് കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ താന്ന് പറയും. അങ്ങനെ നിങ്ങൾ ചെയ്യില്ല? ആണല്ലേ? വെറുതെ കമന്റ്സ് ഒക്കെ ഡീസെന്റ് ആയിട്ട് വരുന്നത്. ശരിക്കും ഈ ഇന്റർവ്യൂസ് ഒക്കെ അമ്മ കാണുമ്പോ അമ്മക്ക് പറയാൻ തോന്നുമോ ദൈവമേ ഇതൊന്നല്ല ഇവര് ക്യാമറയ്ക്ക് മുന്നിൽ നല്ല കുട്ടികളായി നിൽക്കുന്നതാണെന്ന്? വഴിയില്ല. ഇപ്പൊ നമ്മുടെ ഒരു പൃഥ്വിരാജിന്റെ ഒക്കെ പറഞ്ഞുള്ള ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും ഒരു 5 years കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളില് കഴിവ് തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ? അയ്യോ പറയാൻ പറ്റില്ല, എന്ത് പറയാൻ പറ്റില്ല. ഇത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ സിനിമ തന്നെ അറ്റൻഡ് ചെയ്തത്. ഇനി എന്തൊക്കെ കിടക്കണം ഒരു പിടുത്തൂല. അതെ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര നാളെ ഉണ്ടാവും പറയാൻ പറ്റില്ല അല്ലേ? അതൊക്കെ ഞാൻ എന്റെ വഴിക്കൂടല്ലേ നല്ലത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കാൻ പറ്റിയതില്. ആൻഡ് നിങ്ങളുടെ ചിരി ഉണ്ടല്ലോ, അതാണ് ഹൈലൈറ്റ്. ഒന്നുകൂടി ചിരിക്കും. ഭയങ്കര രസമാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ട്. ഈ ആളുകൾക്കുള്ള ഒരു ക്യൂരിയോസും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും സിനിമ സക്സസ്ഫുള്ളി ഞാൻ എല്ലാവർക്കും ഇഷ്ടം, എന്റെ പേഴ്സണൽ ഫേവറേറ്റ് മൂവി ആയിട്ട് ഇത് മാറി. നിങ്ങൾ ആദ്യമായിട്ട് ഇത്രയും വലിയ ആളുകളുടെ കൂടെ നിങ്ങൾ അഭിനയിക്കുമ്പോൾ ഒട്ടും പേടിയില്ലാതെ നിങ്ങൾ പൊളിച്ചു എന്ന് പറയാം. അത്ര രസമായിട്ടാണ് നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചത്. ഒരുപാട് നിങ്ങൾക്ക് അവസരങ്ങൾ വരട്ടെ. ഇനിയും എനിക്ക് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഇപ്പോഴും ട്വിൻസ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ തന്നെ മാറി മാറി ഡബിൾ റോൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഇവര് ട്വിൻസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ആ പ്രേക്ഷകരോട് നിങ്ങളിപ്പോ മിണ്ടണം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പേര് ആ സിനിമയിലെ പെർഫോമൻസ് ഗംഭീരാണെന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, ദൂരെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത്? ഈ ക്യാമറ നോക്കി പറഞ്ഞു
അവരൊക്കെ കാണും. പ്രേക്ഷകരുടെ ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്തതിലും പടം ഇത്ര ഒരു ഓട്ടിട്ട് വർക്കൗട്ട് ആക്കിയത്. നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിനും ഒരുപാട് നന്ദി. ഒന്നും കൂടി നന്ദി. ഒന്നും കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും പാടാട്ടോ. ഒരുപാട് രണ്ടുപേരും 3 പേർക്കും പാടാം. അവർക്കൊരു സന്തോഷമാവട്ടെ. ഇത്രയധികം സ്നേഹിക്കുന്ന പ്രേക്ഷകരാണ് അവരുടെ. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇടാം. എടാ എനിക്ക് പാടാറില്ല, ഞാൻ support ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ പാടുന്നു പറഞ്ഞില്ലേ? പാടില്ല. ഓക്കെ ശരി, എവിടെയെങ്കിലും പാടുന്ന ഞാൻ കണ്ട രണ്ടുപേരും ഇല്ല പാട്ടില്ല. ഓക്കെ, ഒരുപാട് സ്നേഹമുണ്ട്. ഇനിയും നല്ല ഉയരങ്ങളിൽ എത്തിയിട്ട് ഞാൻ വിഷ് ചെയ്യാണ്. ഇനിയും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.